ഒറ്റക്കെട്ടായി സമരം ചെയ്യും. താക്കീതാണ് സൂക്ഷിച്ചോ. ഇൻകുലാബ് സിന്ദാബാദ്. കേവലം 2 ലക്ഷം രൂപ കൊടുക്കുന്നൊരു സ്ഥിതിക്ക് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള സമരങ്ങൾ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായ ഒരു സ്ഥിതിയാണ്. ആർജൽസിൽ പോയി തീരുമാനം ഉണ്ടാക്കിയിട്ട് പോലും ഈ കൊടുക്കാതിരുന്ന കമ്പനിയാണ് ഹാരിസൻ്റെ ഈ ഗ്രൂപ്പ്. ഈ മാനേജ്മെൻറ്റ് വളരെയധികം തൊഴിലാളി ദ്രോഹകരങ്ങളായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. ഈ കേരളത്തിലെ തോട്ടം തൊഴിലാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ കൂലിക്ക് ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ്. ആ തൊഴിലാളി വിഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിലാളി തൃശ്ശൂർ ജില്ലയിലെ ഹാരിസസ് മലയാളം മുപ്പിളിക്കുണ്ടായ എസ്റ്റേറ്റുകളുടെ തൊഴിലാളികളാണ്. 35 വർഷം അല്ലെങ്കിൽ അതിന് മേലെ ജോലി ചെയ്ത തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത് കേവലം 2 ലക്ഷം രൂപ മാത്രമാണ്. അവൻ്റെ ഒരു ആയുസിൻ്റെ മുഴുവൻ ആയുസ്സും സ്വന്തം ഈ എസ്റ്റേറ്റിന് വേണ്ടി ചെലവഴിച്ച ഈ തൊഴിലാളികൾക്ക് കേവലം 2 ലക്ഷം രൂപ കൊടുക്കുന്നൊരു സ്ഥിതിക്ക് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള സമരങ്ങൾ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായ ഒരു സ്ഥിതിയാണ്. ഇത് മാനേജ്മെൻറ്റിൻ്റെ അനാസ്ഥയാണ് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം വിഷമമുണ്ട്. ഈ തൊഴിലാളി വർഗത്തിനെ വഞ്ചിക്കുന്ന ഈ നിലപാട് മാനേജ്മെൻറ്റ് തിരുത്തിയില്ലെങ്കിൽ തൊഴിലാളികൾ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മുഴുവൻ പണികളും ഒരു തരം കരാറടിസ്ഥാനത്തിലോ കോൺട്രാക്റ്റ് വർക്കുകളോ എന്ന രീതിയിലൊക്കെ തന്നെ നടത്തിക്കൊണ്ട് ഇവർ കിട്ടാവുന്നതെല്ലാം ഊറ്റിയെടുത്ത് കൊണ്ടുപോകുന്ന രീതിയിലാണ്. ഒരു പക്ഷേ നമ്മുടെ ഇവിടുത്തെ മാനേജ്മെൻറ്റ് പോലും ഒരു മിസ് മാനേജ്മെൻറ്റാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അവരുടെ കാര്യത്തിൽ യാതൊരു കുറവുമില്ല. അവരുടെ എല്ലാ കാര്യങ്ങളും ഈ തൊഴിലാളികളെ എങ്ങനെ ഞെക്കിപ്പിഴിഞ്ഞ് അവരുടെ കാശ് കൊണ്ട് എങ്ങനെ തോട്ടം നടത്തിക്കൊണ്ടു പോകാമെന്ന് ചിന്തിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ആ രീതിയിലാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇവരടുത്ത് നിരവധി പ്രാവശ്യമായി നമ്മൾ സമരങ്ങളും ഒറ്റയ്ക്കും കൂട്ടായിട്ടും ഒക്കെ സമരം ചെയ്തതാണ്. പക്ഷേ ഇത് ആദ്യമായിട്ടൊരു അനുഭവമല്ല. നമുക്കറിയാം 2018 ഇതുപോലെ വലിയൊരു സമരം നടന്ന് ആർജൽസിൽ പോയി തീരുമാനം ഉണ്ടാക്കിയിട്ട് പോലും ഈ കൊടുക്കാതിരുന്ന കമ്പനിയാണ് ഹാരിസൻ്റെ ഈ ഗ്രൂപ്പ്. അത് കഴിഞ്ഞ് വളരെ ദിവസങ്ങൾക്കാണ് അത് കൊടുത്തത്. പിന്നീട് അതിൽ കൊടുക്കാൻ ബാക്കിയുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ലേബർ ഓഫീസർ മുമ്പിൽ പോയിട്ട് നമ്മൾ ഇവരുടെ മാനേജ്മെൻറ്റും നമ്മളും സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കന്മാരടക്കം ചർച്ച ചെയ്ത് തീരുമാനിച്ചത് അടിസ്ഥാനത്തിലാണ് അത്തരം കാര്യങ്ങളെല്ലാം ഡിസംബർ 31 3 ഘട്ടമായിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അന്ന് ആദ്യത്തെ 6 ആൾക്ക് കൊടുത്തു എന്നല്ലാതെ പിന്നെ ഒരു നയാ പൈസയുടെ ആനുകൂല്യം ഒരാൾക്ക് കൊടുത്തില്ല എന്ന് മാത്രമല്ല ഇതുവരെ അവരൊരു ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല. എസ്റ്റേറ്റ് മാനേജ്മെൻറ്റ് പറഞ്ഞ സമയമാണ് ഈ ഡിസംബർ 31 3 ഘട്ടങ്ങളിലായിട്ട് ഈ തൊഴിലാളികളുടെ ഗ്രാറ്റുവിറ്റി നൽകാം എന്നുള്ളത് അവർ പറഞ്ഞ സമയമാണ്. ഞങ്ങൾ സംയുക്ത തൊഴിലാളി നേതാക്കന്മാർ ആ ചർച്ചയിൽ അത് സെപ്റ്റംബർ മാസത്തിനുള്ളിൽ കൊടുക്കണം എന്നുള്ള രീതിയിൽ ഞങ്ങൾ പിടിവാശി പറയുകയുണ്ടായി. പക്ഷേ മാനേജ്മെൻറ്റ് പറഞ്ഞു ഞങ്ങൾക്ക് മതിയായിട്ടുള്ള സമയം വേണം. അങ്ങനെ അവർ പറഞ്ഞ ഡിമാൻഡ് അംഗീകരിച്ചുകൊണ്ട് ഡിസംബർ 31 ഞങ്ങൾ ഈ സംഖ്യ നൽകിക്കൊള്ളാം എന്ന് അവർ പറയുകയാണ് ചെയ്തത്. അത് ഞങ്ങൾ അംഗീകരിച്ചു. ആ അംഗീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡിസംബർ 31 വരെ ഞങ്ങൾ ഇത് കാത്തിരുന്നത്. എന്നാൽ ഇതിനിടയിൽ 6 തൊഴിലാളികൾക്ക് മാത്രം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് മാനേജ്മെൻറ്റ് തയ്യാറായിട്ടുള്ളത്. 42ഓളം തൊഴിലാളികൾ ഈ ഗ്രാറ്റുവിറ്റി ലഭിക്കേണ്ടതായിട്ടുള്ള തൊഴിലാളികൾ ഉണ്ട്. 2 വർഷമല്ല 4 വർഷം മുമ്പ് ആർജെഎൽസിയുടെ അടുത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ച നടന്നതാണ്. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അന്നും മുഴുവൻ തൊഴിലാളികൾക്ക് കൊടുത്തിരുന്നില്ല, കുറച്ച് തൊഴിലാളികൾക്കാണ് അന്ന് കൊടുത്തത്. അന്ന് അതിന് പരിഹാരമാകാതെ നിൽക്കുന്ന നിരവധി തൊഴിലാളികൾ പിന്നെയും ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ നിരന്തരമായിട്ട് തൊഴിലാളികളുടെ ന്യായമായിട്ട് അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള നിയമപരമായിട്ട് കൊടുക്കേണ്ടതാണ്. അതായത് തൊഴിലാളി റിട്ടയർ ചെയ്താൽ ഉടനെ തന്നെ കൊടുക്കേണ്ടതാണ് അവരുടെ ഗ്രാറ്റുവിറ്റി സംഖ്യ. ഈ സംഖ്യയാണ് ഇപ്പോൾ 2 വർഷവും അതിന് മേലെയും ഇപ്പോൾ ഈ തൊഴിലാളികൾക്ക് വൈകുന്നതായിട്ടുള്ള സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുള്ളത്. ഇതൊട്ടും അംഗീകരിക്കാനായിട്ട് കഴിയുന്ന കാര്യമല്ല. മതിയായ സമയമാണ് മാനേജ്മെൻറ്റ് പറഞ്ഞ സമയമാണ് ഇക്കാര്യത്തിൽ ഞങ്ങൾ അനുവദിച്ചത്. ഇത് ഞങ്ങളുടെ ക്ഷമയുടെ നെല്ലിപ്പടി കാണുന്ന സ്ഥിതിവിശേഷമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇത് മാത്രമല്ല, ബിൽ ക്യാഷിൻ്റെ വിഷയമുണ്ട്. ആ ബിൽ ക്യാഷ്
സമയാസമയങ്ങളിൽ കൊടുക്കാത്തതിൻ്റെ പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപയുടെ മരം വിറ്റുകൊണ്ട് ഇവർ വലിയ രീതിയിലുള്ള കൊള്ളലാഭം അടിക്കുന്നതായിട്ടുള്ള സ്ഥിതിവിശേഷമുണ്ട്. ഇങ്ങനെ ഈ മാനേജ്മെൻറ്റ് വളരെയധികം തൊഴിലാളി ദ്രോഹകരങ്ങളായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. തൊഴിലാളികൾ ഇത് അങ്ങേയറ്റം അവർ ക്ഷമിച്ചു. ഇനി ക്ഷമിക്കുവാനായിട്ട് കഴിയില്ല. അതുകൊണ്ടാണ് ഇന്ന് ഈ ഡിസംബർ 31 എന്ന് പറഞ്ഞാൽ നാളെ മുടക്ക് ദിവസമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ ഓഫീസിൻ്റെ മുന്നിൽ ഒരു കുത്തിയിരിപ്പ് സമരം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിലെല്ലാ തൊഴിലാളി സംഘടനകളും ഉണ്ട്. CIT ഉണ്ട്, INTUC ഉണ്ട്, AITUC ഉണ്ട്, HMS ഉണ്ട്, TUCI ഉൾപ്പെടെയുള്ള BMS ഉണ്ട്. BMS ഉൾപ്പെടെ എല്ലാ തൊഴിലാളി സംഘടനകളും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഇതൊരു സമരം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ പിറകോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഈ സംയുക്ത തൊഴിലാളി സംഘടനകൾ ഇക്കാര്യത്തിൽ ഇതിനൊരു പരിഹാരമുണ്ടാക്കാതെ ഞങ്ങൾ പിന്നോട്ട് പോകുന്ന സമീപനം സ്വീകരിക്കുവാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ് മാനേജ്മെൻറ്റിനോട് ഞങ്ങൾക്ക് കട്ടായമായിട്ട് ഞങ്ങൾക്ക് തൊഴിലാളിക്കം സിന്ദാബാദ്, തൊഴിലാളിക്കം സിന്ദാബാദ്, തൊഴിലാളിക്കം സിന്ദാബാദ്, പ്രതിഷേധ സിന്ദാബാദ്, കുത്തിയിരിപ്പ് സമരം സിന്ദാബാദ്, കുത്തിയിരിപ്പ് സമരം സിന്ദാബാദ്. തൊഴിലാളിക്ക് ഗ്രാറ്റുവിറ്റി നൽകാത്തൊരു മാനേജ്മെന്റ്, നൽകാത്തൊരു മാനേജ്മെന്റ്, നൽകാത്തൊരു മാനേജ്മെന്റ്, നൽകാത്തൊരു മാനേജ്മെന്റ്, HMLN മാനേജ്മെന്റ്, HMLN മാനേജ്മെന്റ്, നിങ്ങൾക്കെതിരായി സമരം ചെയ്യും, നിങ്ങൾക്കെതിരായി സമരം ചെയ്യും, ഒറ്റക്കെട്ടായി സമരം ചെയ്യും, ഒറ്റക്കെട്ടായി സമരം ചെയ്യും. താക്കീതാണ് ഇത് സൂക്ഷിച്ചോ, താക്കീതാണ് സൂക്ഷിച്ചോ, താക്കീതാണ് ഇത് സൂക്ഷിച്ചോ. താക്കീതാണ് സൂക്ഷിച്ചോ.